അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. മൈക്ക് പോയിട്ടുണ്ട്. അബുഷാഫിയെ കേൾക്കുന്നുണ്ടോ? അബുഷാഫിയെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് ബൗൺസ് ചെയ്യാമോ? പെട്ടെന്ന് ബൗൺസ് ചെയ്താൽ പെട്ടെന്ന് കയറി വരാം. ബൗൺസ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ആഷ്കർ ബൗൺസ് ചെയ്തല്ലോ. ഒക്കെ അവിടെ മൈക്ക് പോയതാണ്. ചിലപ്പോൾ നെറ്റിൻ്റെ എന്താ വിഷയം ഉണ്ടാവും. കാരണം കൂടുതൽ ആൾ കൂടിയാൽ ചിലപ്പോൾ ജാം ആവുന്ന ഒരു വിഷയം ഉണ്ടാവാറുണ്ട്. കൂടുതൽ മൊബൈലൊക്കെ വരുമ്പോൾ നമ്മുടെ നെറ്റൊക്കെ ഒന്ന് ജാം ആവും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നല്ല ഒരു പരിപാടി തന്നെയാണ്. അൽഹംദുലില്ലാഹ് കോഴിക്കോടിൻ്റെ വെരിമാറത്ത് നടക്കുന്ന ഒരു വഹാബി പ്രസ്ഥാനത്തിൻ്റെ തല തൊട്ടപ്പന്മാർ വരെ ചോദിക്കാൻ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും അവരുടെ ഓരോ പൊള്ളത്തരങ്ങളും നമ്മുടെ ഉസ്താദ് വേണ്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ തെളിവ് നിരത്തിക്കൊണ്ട് തന്നെ അത് അവരെ തറ പറ്റിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇപ്പം സമയത്തിനുള്ളിൽ തന്നെ നമ്മളെ അബുഷാഫിയ ലൈനിലെത്തും. ഞാൻ മൈക്കൊന്ന് റിലീസ് ചെയ്ത് നോക്കാം. എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഷറഫു കൊട്ടപ്പുറം എന്നുള്ള ഇതിലൊന്ന് കൊടുക്കും. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യാം. ഒന്ന് കൊടുത്തു നോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, മൈക്ക് റിലീസ്. തിരുത്തണമല്ലോ. പക്ഷെ ഞങ്ങളൊക്കെ പിഴവില്ല. എന്താ കാരണം എന്നറിയോ? ഞങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. ഈ കാണുന്ന ഇമാമുകൾ ഇത് എഴുതി വെച്ചതാ. അപ്പൊ ഞങ്ങൾക്ക് ധൈര്യമാണ്. അവർ വലിയ ആളുകളാണ്. ഷാഫി ഇമാമ് വലിയ മഹാന, നവവി ഇമാമ് വലിയ ആളാണ്, ഇബ്നു ഹജർ തങ്ങൾ, ഗസാലി ഇമാം, ഇമാമുൽ ഹറമൈൻ, ഇമാം റൂയാനി, ഇമാം മുത്തവല്ലി, ലോകം കണ്ട പണ്ഡിത മാത്തുക്കൾ അവരൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ ഈ പറയണതേ. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ പേടിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന പൂർവീകർ പഠിപ്പിച്ച ആശയങ്ങൾ പിൻപറ്റുന്നവരാരുണ്ടോ അവരെ നിങ്ങൾ പിൻപറ്റണം. അതാണ് ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ സംഘടനയോ ഗ്രൂപ്പോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ദീൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകണോ സുന്നത്ത് ജമാഅത്തും മാത്രമേ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ നരകത്തിലാണ്. യാതൊരു സംശയവും അതിൽ വേണ്ട. ഈ കാര്യം ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം. പുറത്തു നിൽക്കുന്ന മുജാഹിദുകളുണ്ടെങ്കിൽ, അനുഭാവികളുണ്ടെങ്കിൽ, മൗലവിമാരുണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാനുള്ള അവസരമാണ്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. വളണ്ടിയേഴ്സ് സമയം ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഷെയ്ഖിന്റെ പള്ളിയത്തമാരി മക്ബറി നേർച്ചയും ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടിലൊന്നും ഇല്ല. എന്നാലും എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം ഇവിടുത്തെ ഷെയ്ഖിന്റെ മാരി ഒരു അതിലും വലിയ ഷെയ്ഖായിട്ട് നിങ്ങൾ കാണുന്ന ഷെയ്ഖാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ്. ആ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുള്ള ഒരു മാല, ആ മാലയിലുള്ള ഒരു കഥ ഞാൻ ചുരുക്കി പറയാണ്. ഷെയ്ഖിന്റെ ഒരു മുരീദ് മരണപ്പെട്ടപ്പോൾ ആ ഷെയ്ഖിന്റെ ഭാര്യ ഷെയ്ഖിനോട് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ഈ പരാതി പറഞ്ഞപ്പോൾ മുഹ്യിദ്ദീൻ ഷെയ്ഖ് അസ്റായിലിനോട് ആ റൂഹ് തിരിച്ചു ചോദിച്ചു. അപ്പോൾ അസ്റായിൽ ആ റൂഹ് തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ റൂഹ് കൊണ്ടുപോകുമ്പോൾ ആ കൊട്ട തട്ടിപ്പറിച്ചു. അങ്ങനെ അന്ന് മരിച്ച എല്ലാവരുടെ റൂഹ് ആ കൊട്ടയിൽ നിന്ന് വീണ് അള്ളാഹുവിനോട് പരാതി പറഞ്ഞു. അസ്റായിൽ ഇന്റെ കൊട്ട തട്ടിപ്പറിച്ച് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റൂഹൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് ചോദിച്ചു, എനിക്ക് ആദ്യം ഒന്ന് ചോദിച്ചപ്പോൾ ഒന്ന് കൊടുത്തുവിടായിരുന്നു, അയാൾ ചോദിച്ചതൊക്കെ കൊടുക്കാൻ ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചരിത്രം ഈ മുഹ്യിദ്ദീൻ മാലയിലുണ്ട്. ഇങ്ങനെ ഒരു ചരിത്രം ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഈ മുഹ്യിദ്ദീൻ മാലയെ കുറിച്ച് ഇത്തരം കുറേ മാലകളുണ്ട്. അതിൽ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞത്. ഏത് മുഹ്യിദ്ദീൻ മാലയിലാണുള്ളത്? മൗലവി കിതാബ് ഒന്നും കൊടുത്താലേ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുണ്ടാക്കിയിട്ടുള്ള മുഹ്യിദ്ദീൻ മാല പറയട്ടെ. ആ മുഹ്യിദ്ദീൻ മാല ഞങ്ങൾ പാടാറുള്ളത്. അതിൽ ഏത് വരിയാണ്, അതിലെവിടെയാണ് ഈ കിതാബിൽ? ഇതിൽ മുഹ്യിദ്ദീൻ മാല ഉണ്ട്. ഈ മുഹ്യിദ്ദീൻ മാലയാണ് ഞങ്ങളുടെ വീടുകളൊക്കെ പാടാറുള്ളത്. ഇതിലെ എത്രാമത്തെ വരിയാണ് അതെന്ന് കാണിച്ചു തന്ന ഞങ്ങൾ ഈ പരിപാടി പിടിച്ചോടും. അതിലൊരു വരിയുണ്ട്, ചത്തചകത്തിന് ജീവൻ ഇടിച്ചോർ. ആ വരിനോട് സാദൃശ്യമായിക്കൊണ്ട് തന്നെ വേറെ ഒരാള് മുഹ്യിദ്ദീൻ മാല, രണ്ടാമത്തെ മുഹ്യിദ്ദീൻ മാല ഉണ്ട്, പുതിയ മുഹ്യിദ്ദീൻ മാല. ആ മുഹ്യിദ്ദീൻ മാലയിലുണ്ട്. അതാരുണ്ടാക്കിയതാ? അത് നിങ്ങളുടെ ഒരു വലിയൊരു പണ്ഡിതൻ. ഏത് പണ്ഡിതൻ? പേര് പറ. പൊന്നാനിയിലുള്ള ഒരു വലിയ പണ്ഡിതൻ. ആളെ പേര് പറയാ. ആളെ പേരൊന്നും കറക്റ്റ് ഒന്നും അറിയില്ല. അതും പറയാം. ഏതായാലും ഞങ്ങൾ പാടുന്ന മുഹ്യിദ്ദീൻ മാല അതില്ല വാല മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സത്യജഗത്തിന് ജീവൻ ഇടിച്ചവർ അത് ഔലിയാക്കൾക്ക് കഴിയും. അതൊക്കെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടെന്ന് ഖുർആനുള്ളതാണ്. അത് ഔലിയാക്കൾക്കും കഴിയും. അള്ളാഹുവിന്റെ മഹാത്മാ. ഈ പൊന്നാനിക്കാരൻ എഴുതിയ മാല നിങ്ങൾ അംഗീകരിക്കും? ഞങ്ങൾ അംഗീകരിക്കണില്ല പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും പറയാം, ഞങ്ങൾ അംഗീകരിക്കാൻ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതുക,
എന്നല്ല ഈ മുഹ്യിദ്ദീൻമാലത്തെ ശിർക്കാണെന്ന് പറയുന്നത് എവിടുന്ന് അച്ചടിക്കണ അറിയോ? ഈ മുഹ്യിദ്ദീൻമാല ശിർക്കാണെന്ന് പറയും, കുത്തുബിയത്ത് ശിർക്കാണ് അറിയും. അത് അച്ചടിച്ചു വിടുന്ന എവിടുന്ന അറിയോ? തിരൂരങ്ങാടിയിൽ ഓരോ പ്രസ് ഉണ്ട്. കള്ള് വിറ്റിട്ട് വാങ്ങണ കാശിനേക്കാളും വലിയ ഹറാമല്ലേ അത് ശിർക്ക് വിറ്റിട്ട് വാങ്ങല്? അതെ, അവിടെ പോയിട്ട് പറയണം അതൊക്കെ. നേരത്തെ എന്റെ സഹോദരൻ ചോദിച്ച ചോദ്യത്തില് ഒരു ചോദ്യത്തിന് ഈ സംഗതി ഞങ്ങൾ അംഗീകരിക്കില്ല, അത് സമ്മതിച്ചില്ലേ? അതിന് ഒരിക്കലും സുന്നികളുടെ മേലെ ആരോപിക്കുകയും ചെയ്യരുത്. അല്ല, എനിക്ക് മാലയെ കുറിച്ചൊന്നും അറിയില്ല, നമ്മൾ പാടുന്ന അറിയാതെ പറയരുത്. നേരത്തെ ഉസ്താദ് ഈ എന്റെ സഹോദരന് ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ അപ്പവാണിപ്പ നേർച്ചക്ക് കണ്ണപ്പം, മൂക്കപ്പം, കാലപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ രൂപങ്ങൾ, അപ്പങ്ങൾ കൊണ്ട് രൂപം ഉണ്ടാക്കി അത് അവിടേക്ക് വഴിപാടായി കൊടുക്കുന്ന ഒരു ഏർപ്പാട്, അങ്ങനെ സമ്പ്രദായം പരിശുദ്ധമായ ഇസ്ലാമില് അങ്ങനെ സമ്പ്രദായമില്ല. അത് തീർത്തും കുഫ്രിയത്തെ രൂപങ്ങളെ ആരാധിക്കലും അതിനെ പൂജിക്കലും ഒക്കെ, അത് വഴിപാട് കൊടുക്കലൊക്കെ അത് അമ്പലങ്ങളിൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഈ ഷെയ്ഖിന്റെ പള്ളിക്ക് നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അത് നേരത്തെ സഹോദരൻ സൂചിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഉസ്താവൊന്നും മിണ്ടിയില്ല, എന്താണെന്ന് അറിയില്ല വിഷയം. അപ്പത്തിന്റെ ഏത് രൂപം ഉണ്ടാക്കണം, ഏത് ഹദീസിലുള്ള അപ്പം ഇങ്ങനെ രൂപത്തിലുണ്ടാക്കണം. വട്ടത്തിലാവുമ്പോൾ ശിർക്ക്, നീളത്തിലാവുമ്പോൾ തൗഹീദ്, അങ്ങനെ കണ്ടോ? അപ്പത്തിന് രൂപം ഇസ്ലാമിൽ പഠിപ്പിച്ചിക്കണം. വഴിപാടും ഞാൻ പറഞ്ഞത് അതാണ്, ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കാത്ത ഒരാശയാണ് ഉസ്താദ് തുറന്ന് പറയപ്പത്. അപ്പൊ വട്ടത്തിൽ അപ്പം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ പെരയിലൊന്നും ഇനി അപ്പം ചൂടാൻ പാടില്ല. അങ്ങനെയല്ല, അത് വഴിപാടായിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിൽ, നേർച്ച കൊടുക്കുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഉള്ളതാ. നേർച്ച ഔലിയാക്കളുടെ പേരിലും സാലിങ്ങളുടെ പേരിലും നേരത്തെ ഉസ്താദ് പറഞ്ഞു നോക്കാതാ. മരിച്ച ആളുകളുടെ പേരിൽ സ്വതക്ക ചെയ്താൽ, അവരുടെ മേൽ സ്വതക്ക ചെയ്താൽ, ആ സ്വതക്കാണ് നേർച്ചയാക്കിയാൽ അതിനാ നേർച്ച എന്ന് പറയാം. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരില്, അല്ലെങ്കിൽ ഇവിടെ ഷെയ്ഖിന്റെ പേരില് ഞാൻ എന്താവുന്നു അപ്പം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു എന്ന് നേർച്ചയാക്കി കൊടുത്താല് നേർച്ച പുണ്യമുള്ള കാര്യം തന്നെയാണ്. ഭക്ഷണം കൊടുക്കുന്നു എന്നല്ല, ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നല്ല ചോറോ നല്ല എന്തെങ്കിലും, ഇത് തിന്നാൻ പറ്റൂല. എന്തോ ആ റോഡിന്റെ വക്കിന് പോയ കാണാം, ആ നേർച്ച നടക്കുമ്പോ പെണ്ണുങ്ങളോ ആണുങ്ങളോ തിരക്കി വാങ്ങാം, എന്നിട്ട് കണ്ണിന്റെ കോലം, മൂക്കിന്റെ കോലം. എന്നിട്ട് ഇതെന്താ കാട്ടില് അരിശാലിട്ടല്ല ഈ പറഞ്ഞ ഈ കോലത്തിലൊക്കെ? എനിക്കറിയില്ല, തിന്നാൻ പറ്റൂല എനിക്കറിയില്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. ഞാനും പങ്കെടുത്തില്ല, രണ്ടാളും പങ്കെടുത്തില്ല. പിന്നെ ഇത് തിന്നാൻ പറ്റൂല എന്ന് മൂപ്പര് പറയും. മൂപ്പര് പങ്കെടുത്തിട്ടില്ല, അവർക്ക് അറിയില്ല, തിന്നാൻ പറ്റൂല. അതെവിടുന്ന് കിട്ടിയത്? എന്താ പറയണത്? അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ചോദ്യം മറുപടി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പം ഉണ്ടാക്കേണ്ട രൂപം എങ്ങനെ സിദ്ദീഖുൽ ഉണ്ടാക്കി അപ്പം ഏതാന്ന് ചോദിക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേക്കണം. അത് നിങ്ങൾക്ക് കഥയില്ലാത്ത കൊണ്ടുള്ള ചോദ്യമാണ്, അന്തമില്ലാത്തതുകൊണ്ടാണത്. ദീനിൽ അങ്ങനല്ല. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം ഉണ്ടാക്കുക അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കുക, അത് സിദ്ദീഖുൽ അക്ബർ ഉണ്ടാക്കിയ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണപ്പം കൊടുക്കുമ്പോ അസുഖം മാറും. അതെ, അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ മാറുന്നുണ്ട് അവിടെ. പിന്നെന്താ എന്താ നമുക്ക് വേണ്ടത്? അല്ല, അങ്ങനെ അങ്ങനെ അപ്പൊ അതിന് കൊടുക്കേണ്ട തടസ്സം അത് പാടില്ല എന്നുള്ള ആയത്തിണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ വിഷയം തീരുമാനമല്ലോ. പാട് കണ്ണിന്റെ അസുഖത്തിന് കണ്ണ് കൊടുക്കുക എന്നുള്ളത് അവിടെ സ്വീകരിക്കുന്നു, ചെയ്യുന്നു, അത് മാറുകയും ചെയ്യുന്നു. അത് പാടില്ല എന്ന് പറയുന്ന ഖുർആനിലെ ഒരായത്ത്, പരായത്ത്, അത് ചെയ്യാൻ പാടുന്ന ഒരു കാലായത്ത് തരാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. നേർച്ച നേർന്നാൽ ആ നേർച്ചയെ പൂർത്തിയാക്കി വീട്ടുന്നവരാണ് വിശ്വാസികൾ. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അപ്പോ നേർച്ച നേരുന്നത് കണ്ണപ്പ എന്നാ അങ്ങനെ വീട്ടണം, നെയ്യപ്പ എന്നാ വീട്ടണം, മറ്റേ ചെറിയ ഉണ്ണിയപ്പ അത് കൊടുക്കണം. എന്താപ്പോ അത് പാടില്ല എന്നുള്ളതിന് ഖുർആനായത്തിന്റെ അതിന് വരട്ടെ. അത് ഒന്നല്ല, 660 ഖുർആൻ സ്വത്ത് മുറുകെ വരെ പിടിച്ചേക്കല്ലേ ഇങ്ങോട്ട് വരട്ടെ. എന്തായാലും വരാത്തത് അതാ ഞാൻ ഈ പറഞ്ഞത്. ഇത് മുറുകെ പിടിച്ചാൽ പോലെ അത് തുറന്നു നോക്കണം. അതിലെന്തൊക്കെയുള്ള സംഗതി ഇതിങ്ങനെ നോക്കിയെങ്കിലേ തിരിയുള്ളൂ. ഇതിങ്ങനെ മുറുകെ പിടിച്ച് നടക്കും. അതുകൊണ്ടാണ് ഈ മുജാഹിദിനെല്ലാമുള്ള കുഴപ്പം. അപ്പൊ അതുകൊണ്ട് ആ ജാതി പൊട്ടത്തര ഇനിയും ആവർത്തിക്കരുത് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. നേരത്തെ മുഖീകരിക്കുന്ന ഒരു മൗലികതുണ്ട്, അതിൽ അബ്ദുക്കൽ മിസ്കീൻ യർജു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് നബിയെ അങ്ങയുടെ അടിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, അൻത ഗഫാറുൽ ഖതായ വസുനൂബിൽ മൂബിഖാത്ത്, അങ്ങാണ് രോഷം പൊറുക്കുന്ന ആള്, അങ്ങാണ് സബുൽ മൂബിഖാത്ത് വരെ പൊറുക്കുന്നത് എന്നൊക്കെ അബ്ദുക്കൽ മിസ്കീൻ യർജു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹ് അല്ലാത്തവരൊന്നും ദോഷം പൊറുക്കൂല എന്ന് ഒരുപാട് ഖുർആനികായത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സബൂയി മൂവികാത്തായാലും നിങ്ങൾ നബി എന്ന് പറഞ്ഞിട്ട് യോർക്കലിനെ തേടുന്നു, അങ്ങ് ഞങ്ങളുടെ അടിമയാണ് എന്ന് നബിയോട് പറയുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ നേർച്ച, അതുപോലെ ഒരു നേർച്ചയും അതുപോലെ ജാരം കെട്ടിയൊരു പരിപാടിയും ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നും ഉസ്താദ് പറയണമെന്നെന്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. അതും കൂടെ ഉസ്താദ് ഉണർത്തണം. മാല എന്തായാലും വിട്ടു. ഇപ്പൊ മൗലിദുള്ളത് അന്ത ഗഫാറുൽ ഖത്തായ, ഞങ്ങൾ അള്ളാഹുവിനോട് അത് പറയണത്. അന്ത നീ ഗഫാറുൽ ഖത്തായ, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു തങ്ങളോടാ പറഞ്ഞത് എന്ന് ആരെങ്ങളോട് പറഞ്ഞു? നബിനോട് എന്തൊക്കെ പറയാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ പറയാം. ആ വരി അന്ത ഗഫാറുൽ ഖത്തായ എന്ന വരി അത് അള്ളാഹുവിനോടാണ് ഞങ്ങൾ പറയണത്. അത് നബിനോടാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ പറയണത്, ഞങ്ങൾ ചെയ്യണത്, ഞങ്ങൾ ഓതുന്നൊക്കെ ഞങ്ങളാ പറയേണ്ടത്. അതിന്റെ മുമ്പ് യാ നബി സലാം അലൈക്കും എന്ന് പറയുന്നു. അബ്ദുൽ മിസ്കിൻ പറയണ്ട അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇവിടെ പറയണത് അൻത ഗഫാറുൽ ഖത്തായ. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി നമ്മൾ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ അള്ളാഹുവെ അൻത ഗഫാറുൽ ഖത്തായ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. പക്ഷെ അബ്ദുൽ മിസ്കീൻ യർജു നബിയെ ഞങ്ങൾ അങ്ങയുടെ അടിമയാട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ ഒരു അടിമയാക്കിയിട്ട് നബിന്റെ മുമ്പിൽ വെക്കുകയാണ്. അള്ളാന്റെ അടിമയല്ല, നബിന്റെ അടിമ. എന്നിട്ട് പറയാണ് അൻത ഗഫാറുൽ ഖത്തായ എന്ന്. അത് അള്ളാഹുവിനോടാണ്. പിന്നെ അബ്ദുൽ മിസ്കീനു അത് നബിനോട് തന്നെയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടിമയാണ് നമ്മളെന്ന് പറയും. കാരണം മുത്തനബി പറഞ്ഞിട്ടുണ്ട് അന സയ്യിദു വുൽദി ആദം, അന സയ്യിദു വുൽദി ആദം, മനുഷ്യന്മാരായ നിങ്ങളുടെയൊക്കെ സയ്യിദാണ് ഞാൻ. അപ്പൊ സയ്യിദിന് അടിമ ഉണ്ടാവും, ആ അടിമയാണ് ഞങ്ങളൊക്കെ. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം യൗമുൽ ഖിയാമൊന്നും പറയുന്നില്ലേ? ഉണ്ട്. അപ്പൊ യൗമുൽ ഖിയാമയിൽ അള്ളാഹിന്റെ അല്ലാത്ത അടിമാവാൻ പറ്റുമോ? അപ്പൊ ഖിയാമത്തി നാളിൽ അള്ളാഹു അല്ലാത്തവരുടെ അടിമാവാൻ പറ്റുമോ? ശിർക്ക് പറ്റുമോ? ഖിയാമത്തി നാളിൽ ശിർക്ക് പറ്റുമോ? പറ്റൂല. ഞാൻ പറയട്ടെ, ഈ സയ്യിദ് ആകുമ്പോ അടിമ ഉണ്ടാകണമെന്നുണ്ടോ? സയ്യിദ് അടിമ ഉണ്ടാവുമല്ലോ. സയ്യിദ് ആരുടെ? ഞാൻ നിങ്ങളുടെ സയ്യിദാണ് പറഞ്ഞാൽ നമ്മളെ അടിമയാണ്. അതൊക്കെ എല്ലാ കിതാബിലുള്ളത്. അടിമയെ മോചിപ്പിക്കേണ്ടുന്ന മസ്അലൊക്കെ പറയുന്ന എല്ലാ കിതാബിലും ഹദീസിലും ബുഖാരിലും ഒക്കെ ഉണ്ട് അടിമനെ മോചിപ്പിക്കുന്നതിന്റെ മഹത്വം, അടിമയെ മോചിപ്പിക്കേണ്ടുന്നതിന്റെ മഹത്വം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്ന, പ്രിയം വെക്കുന്ന ഒരാളാണ് എന്ന അടിസ്ഥാനത്തിലാണ്. അല്ലാതെ മുത്തുനബി നമ്മുടെ സ്രഷ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിയുമാണ് നമ്മൾ എന്ന അർത്ഥത്തിനല്ല നമ്മൾ അടിമ എന്ന് പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ കുറെ സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവരൊക്കെ അടിമയാണ് നമ്മളെന്നാ? അവരൊക്കെ അണികളാണ് ഞങ്ങള്. അടിമയാണെന്നാണോ? അവരൊക്കെ അനുകായികളാണ് ഞങ്ങൾ ആ അർത്ഥത്തിനാണ്. പിന്നെ യാ വലിയൽ ഹസനാതി യാ റഫീഅദ്ദറജാതി കഫിറൻ അന്നി ദുനൂബി വഗ്ഫിറൻ ലിസയ്യിആതി. അല്ലാഹുവിനെ വിളിച്ചിട്ടാ പറയണത് അൻത ഗഫാറുൽ ഖതായ വദുനൂബിൽ മുബിഖാതി അൻത സത്താറുൽ മസാവി വമുഖീലുൽ അസറാതി. നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പൊ ഞങ്ങൾ അത് അല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞതാണ്. തൊട്ട് മേലെ അബ്ദുൽ മിസ്കീൻ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ വിളിച്ചു, ഇവിടെ എത്തിയപ്പോ അള്ളാഹിനെ വിളിച്ചു. രണ്ടും പറ്റുമല്ലോ. മാറ്റൊന്നും അത് നിസ്കാരത്തിലില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബി നിസ്കാരത്തിൽ പറഞ്ഞു. പിന്നെ തൊട്ടുടനെ ദ്വാരക്കണം എന്താ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. അള്ളാഹിനെ വിളിക്കണു. അതിനെന്താ? അസ്സലാമു അലൈക്ക എന്ന് പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അപ്പൊ നബിയെ വിളിച്ചു പറഞ്ഞു. പിന്നെ അള്ളാഹുമ്മ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ അള്ളാഹു എന്നും പറയുന്നില്ല, നബി എന്നും പറയുന്നില്ല. മുകളിൽ യാ നബി സലാം അലൈക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നു. അബ്ദുൽ മിസ്കിൻ യർജു പറയുന്നു. അതിന്റെ ശേഷം ഇത് പറയുന്നു. ഇവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അള്ളാഹുവിലേക്ക് മാറിയ ഒരു സന്ദർഭം എവിടെ ഉണ്ടായിരുന്നു? അതിന് ഇൽത്തിഫാത്ത് എന്ന് പറയും. അത് നിങ്ങൾ പഠിച്ചുക്കണോന്ന് അറിയില്ല. ഞങ്ങൾ ചെയ്യുന്ന പരിപാടി ഞങ്ങളല്ലേ പറയേണ്ടത്. രോഗി പറയാ ഞാൻ മരിച്ചിട്ടില്ല, ഡോക്ടർ പറയാ നീ മരിച്ചിക്കണേന്ന്. ഒരു ഭേദം സ്വീകരിക്കേണ്ടത്. ഞാൻ MBBS പാസ്സായ ആളാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചിരിക്കുന്ന അവിടെ കിടക്കുമെന്ന് പറഞ്ഞാൽ അത് മുജാഹിദ് ആഫീസ് പോയി പറയേണ്ടി വരും. ഞങ്ങൾ ചെയ്യണത് എന്താണ് എന്നാൽ ഞങ്ങൾ ആരെ വിളിക്കുന്നത്? ഇവിടെ ആരോടാ പറയണത്? ഞങ്ങളല്ലേ പറയേണ്ടത്. ഞങ്ങൾ ഇവിടെ അല്ലാഹുവിനെയാണ് വിളിക്കുന്നത്.
ഒരു ചോദ്യം കൂടി അതിൽ ഉണ്ടായിരുന്നു. അത് മക്ബറകളെ കുറിച്ച് അത് വിട്ടുപോയി, അത് പറയാം. മക്ബറകൾ എന്ന് പറയുന്നത് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ലോകത്തൊന്നും മക്ബറയില്ല എന്ന ഒരു പരാമർശവും കൂടി ചോദ്യകർത്താവ് ഉന്നയിക്കുകയുണ്ടായി. അത് ശരിയല്ല. അത് കേരളത്തിലെ ആ വട്ടത്തിൽ മാത്രം കിടന്നിങ്ങനെ ചുരുളുന്നത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ലോകത്ത് കേരളത്തിലുള്ളതിലേറെ എത്രയോ മക്ബറകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവിടെയൊക്കെ പോയി നോക്കിയാലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ കാര്യം പഠിക്കാതെയും ചിന്തിക്കാതെയുമാണ് ഇത്തരം പ്രചാരണങ്ങൾ മുജാഹിദുകൾ നടത്താറുള്ളത്. ആ മക്ബറയിൽ പോയി പുണ്യം എടുക്കുക, ബറക്കത്ത് എടുക്കുക, ഇതൊക്കെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ഞാൻ ചില മക്ബറകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന് വെച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട ഫോൾഡർ എടുത്ത മക്ബറകളെ ഫോൾഡർ അതാ. അത് ആരെ മക്ബറയെന്നറിയോ? മഹാനായ നബിയുല്ലാഹി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയാണ്. ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ശുഐബ് നബി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് മൂസാ നബിന്റെ അമ്മോശനാണ്. അവിടെ ഗവൺമെന്റ് തന്നെ, ജോർദാൻ ഗവൺമെന്റ് തന്നെ വലിയ ബോർഡ് വെച്ച് അതിന്റെ മക്ബറയും ജാറൊക്കെ എത്ര വലിപ്പാന്നറിയോ നിങ്ങൾ? ശുഐബ് നബിയുടെ മക്ബറയാണത്. ലോകത്ത് അവിടെയുള്ള മുസ്ലിമീങ്ങൾ, അവിടെ നിന്നല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ അവിടേക്ക് വരുന്നു. ഇമാം നവവിയുടെ തെഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥം എന്റെ കൈവശമുണ്ട്. ആ കിതാബിൽ ഈ മക്ബറയെ കുറിച്ച് ഇമാം നവവി പറയുന്നുണ്ട്. ഇങ്ങനെ ശുഐബ് നബിക്ക് ഒരു മക്ബറയുണ്ട്, അത് വലിയ മക്ബറയാണ്. അതിലേക്ക് സിയാറത്തിന് വേണ്ടി ആളുകൾ ഒരുപാട്, കണ്ടോ, വഅലാ ഖബരിഹി ബിനാഉൻ, ശുഐബ് നബിയുടെ ഖബറിന്റെ മുകളിൽ വലിയ ഒരു എടുപ്പ് ബിൽഡിംഗ് ഉണ്ട്. വഅലൈഹി വഖഫുൻ വയഖ്സിദുഹു നാസു ലിസിയാറത്തി വത്തബറുഖി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ സിയാറത്തിനും ബറക്കത്തിനും വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ഇമാം നവവി തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ പറഞ്ഞതാ. അത് പറഞ്ഞ് കണ്ടപ്പോഴാണ് ഞാൻ അന്ന് പോയി നേരിട്ട് കാണുന്നെന്നോ എന്ന് കരുതി പോയതാ. പോയി നോക്കുമ്പോൾ നല്ല വലിയ മക്ബറയാണ്, വലിയ ജാറാണ്. ജോർദാൻ ഗവൺമെന്റ് അതിന് വലിയ പ്രാധാന്യത്തോടെയാണ് അതിനെ പരിപാലിക്കുന്നത്. ഇനി അടുത്ത മക്ബറ എന്ന് കാണിച്ചു കൊടുത്താൽ ഞാൻ കാണുന്നില്ലല്ലോ പ്രതിറബ്. അടുത്ത എവിടെയാണ് തെളിയില്ല. ആ ഫോൾഡർ എവിടെ? അതാ ആ മക്ബറ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയാണ്. അയ്യൂബ് നബിയുടെ മക്ബറ അത് ഒമാനിലാണ്. പോയാൽ എല്ലാവർക്കും കാണാൻ കഴിയും. വലിയ ജാറം നോക്കിക്കളി. നമ്മളെ മമ്പറത്തെ ജാറം, നമ്മളെ അപ്പവാടിപ ജാറത്തിൻ്റെ വലിയ ജാറാണ്. ഓ എത്രയാണ്! വെച്ചു കൊടുത്ത് വേഗം പോകും, സമയങ്ങളുണ്ട്. അത് കണ്ടോ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറയാണ്. ഫലസ്തീനിലാണ്. ഞാനവിടെ പോയി നേരിൽ കണ്ടതാണ്. അങ്ങനെ എടുത്ത ഫോട്ടോ ആണ്. വെച്ചു കൊടുക്ക്, പോട്ടെ. അത് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ മക്ബറ അല്ലേ? വെളിച്ചം കാണില്ല. ഇസ്ഹാഖ് നബി അല്ലേ? ഇസ്ഹാഖ് നബിയുടെ മക്ബറയാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മക്ബറ. വെച്ചുകൊടുക്ക്. അതാ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് അതിന്റെ ഉയർന്നരങ്ങൾ! ഞങ്ങൾ ആ സംഘത്തിലുള്ള ഏറ്റവും വലിയ നീളമുള്ള ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാനിങ്ങനെ നിന്ന എൻ്റെ വലനേക്കാളും അപ്പുറമാണ് മഹാനായ മൂസാ നബിന്റെ മക്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന് പോയ ചരിത്രം നമുക്കറിയാം. മക്കയിൽ നിന്ന് പ്രയാണം തുടങ്ങി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ സിയാറത്ത് ചെയ്ത ഖബറാണ് ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ മഖ്ബറ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോൾ റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. റസൂലുള്ള സിയാറത്ത് ചെയ്ത ആ മഖ്ബറ അതാണ് ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ മഖ്ബറ. വെച്ചുകൊടുക്ക്. മൂസാ നബിയുടെ മഖ്ബറയിൽ വെച്ച് ദ്വാരക്കുന്ന രംഗാണ്. മൂസാ നബിയുടെ മഖ്ബറയുടെ അരികിൽ അതാണോ? അത് ശുഐബ് നബി യൂശഅ നബിയുടെ മഖ്ബറയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് വെളിച്ചം എനിക്ക് ശരിക്കും അനുഭവപ്പെടുന്നില്ല. വെച്ചുകൊടുക്ക് വേഗം. ദാനിയാൽ നബി അല്ലെ? ദാനിയാൽ നബിയുടെ മഖ്ബറയാണ്. അതെ, മൂപ്പരുടെ ഖബറാണ്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഅ്തദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഷഹീദായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ ജോർദാനിലാണ്. ആ മഖ്ബറകളൊക്കെ എന്തൊരു പരിപാലനാണ് അവിടെ നടത്തപ്പെടുന്നത് അറിയോ? സുബ്ഹാനല്ലാഹ്, നമ്മളെ ഈ നാടൊക്കെപ്പാടെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടേക്കാം. അത്ര വലിയൊരു മഖ്ബറയാണത്. പോട്ടെ. അതാ അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അവിടെ മഖ്ബറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് വ്യക്തമായി കാണുന്നില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോട്ടെ.
അതാർന്നാ? അപ്പം നിങ്ങളെന്താ വായിക്കേ? ഇവിടുന്ന് തെളിയുന്നില്ല. അടുത്ത് പുറത്ത് പോട്ടെ. സൈനബ ബീവിയുടെ മഖ്ബറ. അതാണ് ഞാൻ പറഞ്ഞ ജോർദാനിലെ ആ മഖ്ബറ. ഈ ജഅഫർ ഇബ്നു അബി ത്വാലിബ്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ തുടങ്ങിയവരുടെയൊക്കെ മഖ്ബറയുടെ ആ ഒന്നിച്ചുള്ള ഖുബ്ബയാണ്. അദീ ഇബ്നു ഹാത്തിബ് അല്ല, എന്താ അദീ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു. പോട്ടെ. ബഹുമാനപ്പെട്ട മൂസാ നബിന്റെ അങ്ങനെ മഖ്ബറ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം കൂടി ലോകത്തെ എവിടെയും മഖ്ബറ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നതാണിത്. നോക്ക് നിങ്ങൾ, അത് ഇമാം ഷാഫിയുടെ മഖ്ബറ, വലിയ മഖ്ബറ. ആ മഖ്ബറയിൽ ഒരു രംഗം എന്താണ്? മൂസാ നബിയുടെ മഖ്ബറിന്റെ അടുത്തുള്ള ആ നേർച്ചപ്പെട്ടി ഒന്ന് കാണിച്ചു കൊടുത്താൽ അതായത് കാണിച്ചത്. മൂസാ നബിന്റെ മഖ്ബറയിൽ എത്തിയ പിന്നെ ഏറെ ഹഠാതാകർഷിച്ച ഒരു സംഗതി ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ മഖാമിന്റെ തലക്കുമ്പുറത്ത് തന്നെ ഉണ്ട് അതാ ആ നേർച്ചപ്പെട്ടി. നോക്കികൾ, നമ്മളെ മുജാഹിദ് പറയും നേർച്ചപ്പെടെ വെട്ടി ഈ ഫണ്ട് ഉണ്ടാക്കാൻ മാത്രമേ ഇവിടെ മഖ്ബറുള്ളൂ, എല്ലാത്തിനും ഇല്ല. അത് കേരളത്തിലും സമസ്തക്കാരുടെ പരിപാടിയാണ്. മൂസാ നബിന്റെ മഖ്ബറയിൽ എത്തി നോക്കുമ്പോൾ നോക്കുങ്ങൾ നല്ലൊരു പെട്ടി, സുന്ദൂഖു തബറുആത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു സ്ഥലത്ത്. വേറൊരു സ്ഥലത്ത് സുന്ദൂഖു തബറുആത്ത് ലി മഖാമി മൂസ അലൈഹിസ്സലാം. മൂസാ നബിന്റെ മഖ്ബറയിലേക്കുള്ള സംഭാവന പെട്ടി, നേർച്ചപ്പെട്ടി അറിയില്ലേ? ആ പെട്ടി അത് വരേക്കും അവിടെ ഉണ്ട്. ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. നമ്മൾ വെറുതെ ഇല്ല എന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോകത്തൊന്ന് നടന്നു നോക്കണം. മുജാഹിദ് ആഫീസ് ടു വീട്, അവനാന്റെ വീട് ടു മുജാഹിദ് ആഫീസ്, ഇങ്ങനെ പോയതൊന്നും അറിയില്ല. ലോകത്തൊന്ന് പണം മുടക്കിയിട്ട് ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കണം, അപ്പൊ കാണാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച യമനിൽ പോയിരുന്നു. അൽഹംദുലില്ലാ, യമനിൽ ചെന്ന് നോക്കിയപ്പോൾ പടച്ചവനെ, മഹാനായ നബിയുല്ലാഹി ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഖ്ബറ എത്ര വലിയ മഖ്ബറയാണെന്നറിയോ? ഹൂദ് നബിയുടെ മഖ്ബറ ഒരു വലിയ മഖ്ബറയാണ്. 2-3 മാസം മുമ്പ് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു. ഇമാം ബുഖാരി തങ്ങളുടെ മഖ്ബറ, സുബ്ഹാനല്ലാഹ്, എന്താണ് അതിന്റെ ഒരു പ്രൗഢി! സഹീഹുൽ ബുഖാരി ലോകത്തിന് സമർപ്പിച്ച ഇമാം ബുഖാരിയുടെ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ മഖ്ബറയുടെ വലിപ്പം എത്രയാണ്? അതിന്റെ കുബ്ബയുടെ വലിപ്പം എത്ര? അവിടുത്തെ ഗവൺമെന്റ് അതിന് എന്തൊരു പരിശുദ്ധിയാണ് കൽപ്പിക്കുന്നതെന്ന് അറിയോ? ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. നമ്മളെ നാട്ടിലെ മുജാഹിദ് മാത്രമേ അത് അടിച്ച് പൊളിച്ച് നിരപ്പാക്കണമെന്ന് പറയുന്ന വർഗം ഇവർ മാത്രമാകുന്നു. ലോകത്തെല്ലായിടത്തും മഖ്ബറകളുണ്ട്, ജാറങ്ങളുണ്ട്. അത് പോയവർക്ക് അതറിയാം. ഹൂദ് നബിയുടെ മഖ്ബറ യമനിൽ ചരിത്ര പ്രസിദ്ധമാണ്. അതുപോലെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ്, ഫഖീഹുൽ മുഖദ്ദം, അവിടെയൊക്കെ വലിയ വലിയ ജാറങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, അവിടുത്തെ അറബികളായ ആളുകൾ അവിടേക്ക് സിയാറത്തിനും ബറക്കത്തിനും വേണ്ടി വരുന്നു. സുന്നികൾ, മലയാളികളായ നമ്മളീ കവച്ചു വെക്കുന്ന രൂപത്തിലാണ്. ചിലവർ പറയും മഖാമിൽ ചെന്നിട്ട് ബറക്കത്തെടുക്കാൻ പാടില്ല. അത് ശരിയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, നോക്ക് നിങ്ങൾ, ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കാത്തവരല്ലല്ലോ. ഹിജ്റ 150 ജനിച്ചവരാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഖുർആനും സുന്നത്തും ലോകത്തിന് സമർപ്പിച്ച മഹാപണ്ഡിതൻ. അവരുടെ ചരിത്രം കാണാം. അവരുടെ ചരിത്രത്തിൽ ഹാഫിദ് ഖതീബുൽ ബഗ്ദാദി 1000 കൊല്ലം മുമ്പ് എഴുതിയ ഗ്രന്ഥാണിത്. ഇതിൽ പറയുന്നത് കോക്കുകൾ, ഷാഫി ഇമാം പറയാണ്, ഉദ്ധരിക്കുകയാണ്, ഇന്നി ലാ തബറകു ബി അബീ ഹനീഫ വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ സായിറാ. എല്ലാ ദിവസവും ഞാൻ ബഗ്ദാദിലാകുമ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുന്നു. ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാമിനെ കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാം തങ്ങൾ വഫാത്തായ ദിവസമാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. പരസ്പരം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇമാം ഷാഫി പറയുന്നു, ബഗ്ദാദിലെത്തിക്കൊണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ചെന്ന് ഞാൻ അവിടെ പോയി ബറക്കത്തെടുക്കുന്നു. മാത്രമല്ല, ഫൈദാ അറവതു ലീ ഹാജത്തുൻ സ്വല്ലൈതു റക്അതൈനി വജിഅതു ഇലാ ഖബ്രിഹി. എനിക്ക് പ്രത്യേകമായി വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നോ, ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ പോകും, 2 റക്അത്ത് നിസ്കരിക്കുന്നു. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ദ്വാരക്കല്ല, ദ്വാരക്കാൻ വേണ്ടി പോകുന്നത് എങ്ങോട്ടാണ്? അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിലേക്കാണ്.
അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറ എന്ന് പറഞ്ഞാൽ അത് വലിയ മഖ്ബറയാണ്, എന്തൊരു പ്രൗഢിയാണ്. അത് ബഗ്ദാദിലാണ്. വിനീതനായ ഞാൻ അവിടെ പോയി അത് കണ്ടിട്ടുണ്ട്. വലിയ ജാറമാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ആ മഖ്ബറ സഹോദരങ്ങളെ, ഷാഫി ഇമാം പറയുന്നു, ഞാൻ അവിടെ പോയി ഞാൻ ദുആ ചെയ്യുന്നു. وجئت إلى قبره وسألت الله الحاجة عنده. ആ മഖ്ബറയിൽ വെച്ച് ഞാനങ്ങ് ദ്വാർന്നാൽ فما تبعد عني حتى تقضى. ഞാൻ ദ്വാരുന്ന കാര്യം ഉദ്ദേശം നിറവേറാതിരുന്നിട്ടില്ല. ഷാഫി ഇമാമായി പറയുന്നത് ഇത് ശിർക്കാന്ന് പറയാൻ പറ്റുമോ? ഷാഫി ഇമാമിന് തൗഹീദ് തിരിഞ്ഞില്ല, ഷാഫി ഇമാമ് ശിർക്ക് ചെയ്തു നരകത്ത് പോയി എന്ന് പറയാൻ ബുദ്ധിക്ക് സ്ഥിരതയുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ അവർ വരട്ടെ. എന്താ ഈ പറയുന്നത്? നമ്മൾ അപ്പവാണി ഈ മക്കാമ് അല്ലെങ്കിൽ മറ്റേ മക്കാമ്, കോഴിക്കോട് തന്നെയുള്ള ഒരുപാട് സ്വഹാബികളെ മക്കാമുകളുണ്ട്. അവിടേക്കൊക്കെ പോയി സിയാറത്തിന് പോയി ജാറത്തൊക്കെ പോയാൽ കടുത്ത ശിർക്കും വരെ ശിർക്ക് എന്ന് പറയും. എന്നാ ഇമാമുകളൊക്കെ പഠിപ്പിച്ചു തന്നതാണിത്. ഖബറിൽ ജാറത്തിങ്കിൽ പോയി ബറക്കത്തെടുക്കുക, മഹത്തുക്കളെ തവസ്സുരാക്കുക, അവിടെ വെച്ച് ദ്വാരക്കുക, അതൊക്കെ പുണ്യകർമ്മമാണ്. ദ്വാക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്നു. ഇമാം ഖതീബുൽ ബഗ്ദാദിയുടെ താരീഖു ബഗ്ദാദ് എന്ന ഗ്രന്ഥം 1-ാമത്തെ വാള്യം 135-ാമത്തെ പേജിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. ചോദിക്കും. അസ്സലാമു അലൈക്കും. ഞാനൊരു സുന്നി തന്നെയാണ്. പേര് ഫർഷാദ് പെരുമണ്ണ. എൻ്റെ വീട്ടിലെ കുടുംബങ്ങളൊക്കെ അധികം മുജാഹിദുകളാണ്. അപ്പോൾ ഞാൻ സുന്നി ആയത് വ്യക്തമായിട്ട് പേരുടെ ഉസ്താദിന്റെ ഒക്കെ പ്രഭാഷണങ്ങളും ഒക്കെ കേട്ടിട്ടാണ്. അപ്പം എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്, കുത്തിറാത്തീബ് എന്താണ് ഇസ്ലാമിന്റെ കുത്തിറാത്തീബ്? അപ്പോൾ അതിന്റെ സംശയം അറിയാൻ വേണ്ടി. കുത്ത് റാത്തീബിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് സംശയം. അതറിയാൻ വേണ്ടിയാണ്. നല്ല ചോദ്യമാണ്, പ്രസക്തമാണ്. കുത്ത് റാത്തീബിനെ കുറിച്ച്, കുത്ത് റാത്തീബ് മാത്രമല്ല, കുത്തിയിട്ട് കൂട്ടുള്ള റാത്തീബ് അങ്ങനെ കൂടി പറയണം. കുത്തിയിട്ടാണ് ഇട്ട് പോവല്ല. കുത്ത് റാത്തീബ് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുകയും ചെയ്ത റാത്തീബാണ്. കുത്ത റാത്തീബ് എന്നാണ് മുസ്ലിമീങ്ങൾ നമ്മളെല്ലാവരും അതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. ഈ കുത്ത റാത്തീബ് എന്ന് പറയുന്ന റാത്തീബിന്റെ നിലപാട് എന്താണ് എന്നതാണ് ചോദ്യം. അതിനെക്കുറിച്ച് പറയാനുള്ളത്, കുത്ത റാത്തീബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുകയും അത്ഭുതകരമായ പ്രവൃത്തികൾ കാണിച്ച് അത് സുഖപ്പെടുത്തുകയും ചെയ്യുന്ന പരിപാടിയാണ്. ആ കാണിക്കുന്നത് ഈ ചെയ്യുന്ന മനുഷ്യന്റെ കറാമത്തോ അത്ഭുതമോ അല്ല. പിന്നെ അവിടെ പറയുന്ന ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ റിഫായി ഷെയ്ഖ് ആ പറയുന്ന മഹത്തുക്കളുടെ കറാമത്താണത്. നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ മഹത്വങ്ങളും മദഹുകളും പറഞ്ഞിട്ടാണ് പിന്നെ ഈ കുത്താറാത്തീബ് തുടങ്ങണതിന്. അതുകൊണ്ട് ആ പറയുന്ന മഹാത്മാക്കളുടെ കറാമത്ത് ഇവരിലൂടെ പ്രകടമാവുകയാണ്. ഇങ്ങനെ ഈ അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ചോദ്യത്തിന്റെ പ്രസക്തമായ വശം. അത് പണ്ഡിതന്മാർ ഇമാമുകൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അത്ഭുത പ്രവർത്തനങ്ങൾ ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, എന്നിട്ട് ശരീരത്തിന് യാതൊരു തകരാറും സംഭവിക്കുന്നുമില്ല. ഇങ്ങനെ ചെയ്യൽ പതിവാക്കിയ ആളുകൾക്ക് അപ്രകാരം ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ മസ്അല നന്നായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പതിവായിട്ടുള്ള ആളുകൾ, ഒരു കുഴപ്പവും ഇല്ലാത്ത ആളുകൾക്ക് ഇപ്രകാരം ചെയ്യുന്നതിന് തടസ്സമില്ല. അത് ചെയ്യാവുന്നതാണ്. അത് അവരുടെ കറാമത്തല്ല. അത് ആ വിളിക്കപ്പെടുന്ന മഹാനായ ഷെയ്ഖ് മുഹയ്യദ്ദീൻ ഷെയ്ഖോ അല്ലെങ്കിൽ മറ്റുള്ള ഷെയ്ഖുമാരോ ആരാണെങ്കിൽ അവരുടെ കറാമത്താകുന്നു എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. എന്താണ്? ഇപ്രകാരമുള്ള അത്ഭുത പ്രവർത്തികൾ ചെയ്ത് ശരീരത്തിന് കുഴപ്പമില്ലാത്ത സംഗതികൾ ചെയ്യുന്നത് ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ ശത്രുക്കളുമായി പടവെട്ടുകയാണ്. ആ പടവെട്ടുന്ന സന്ദർഭത്തിൽ ഒരു ശത്രുപക്ഷത്തിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉഗ്രവിഷം അതൊന്ന് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതായത് അത് ശ്വസിച്ചാൽ തന്നെ ജീവൻ പോകും. അങ്ങനെയുള്ള വിഷമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ബഹുമാനപ്പെട്ടവർ കുടിക്കാൻ വേണ്ടി ശത്രു നൽകുന്നത്.
അത് നൽകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് കുടിക്കുന്നു. ബഹുമാനപ്പെട്ടവരുടെ അസുഖം പെട്ടെന്ന് ഞൊടിയിടയിൽ മരണപ്പെട്ടു പോകേണ്ടുന്ന വിഷം കുടിച്ചപ്പോ ഒന്നും സംഭവിക്കുന്നില്ല. ആ വിഷം കുടിച്ചിട്ട് മരണം സംഭവിക്കുന്നില്ല എന്ന് ശത്രു കണ്ടപ്പോ അയാൾ ഇസ്ലാം പുൽകാൻ തയ്യാറാകുന്നു. മഹത്തുക്കളുടെ കറാമത്ത്, ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ അത് കുടിച്ചാൽ എനിക്കൊന്നും പറ്റുകയില്ല എന്ന ആ തിരിച്ചറിവ് മഹാനവറുകൾക്ക് ഉണ്ടായത് കൊണ്ട് മഹാൻ കുടിക്കുന്നു. അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ തകരാറില്ല എന്നതുകൊണ്ടാണ് ഇത്തരം പ്രവണതകൾ, കുത്താറാത്തീബ് പോലെ പ്രവണതകൾ അനുവദനീയമാണ് എന്ന് പറയുന്നത്. ഞാൻ നോക്കുന്നത് മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി എഴുതിയ ഒരു സൽസബീലുണ്ട്. ആ സൽസബീലിൽ വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു, മുജാഹിദ് നേതാവ് ഉമർ മൗലവി തന്നെ ഈ പറഞ്ഞ കുത്താറാത്തീബിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോ ഉമർ മൗലവി പറയുന്നത് എന്താ, അവർ പ്രത്യേക വിദ്യകളോ മാരണങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരും നമ്മുടെ മഹാനായ ഷെയ്ഖ് റിഫായി, അഹമ്മദ് റിഫായി, അതുപോലെ ഷെയ്ഖ് അലവാൻ പോലത്തെ മഹത്തുക്കളെ, മഹാത്മാക്കളെ വിളിച്ച് അവരുടെ കറാമത്ത് പ്രകടമാവുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിനൊരു കുഴപ്പവും ഇല്ല. അതല്ല വിദ്യകളോ അല്ലെങ്കിൽ മറ്റ് മാരണങ്ങളോ ജാലവിദ്യകളോ ഒക്കെ പഠിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റുമാകുന്നു എന്ന് മുജാഹിദ് നേതാവ് ഉമർ മൗലവിയുടെ സൽസബീൽ തന്നെ വ്യക്തമായി അയാൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദുകൾ തന്നെ പഴയ കാലത്ത് ഇതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിറിയത്തുൽ മുസ്തർഷിദീൻ എന്ന കിതാബിൽ ഈ കാര്യം ഇമാമ് പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അത് മഹാത്മാക്കളുടെ കറാമത്ത് ഇവരിലൂടെ പ്രകടമാവുകയാണ്, അതിന് കുഴപ്പമില്ല. ആ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ എന്ന് ഇമാമുകൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളെ പോലെ ഒക്കെ തന്നെ ഹറാമുകൾ മറ്റു നിലക്ക് വരികയാണെങ്കിൽ അത് ഇതിലും ഹറാമാകും. അത് മുത്താറാത്തിബിൽ മാത്രമല്ല, നിസ്കാരത്തിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും നിക്കാഹിലാണെങ്കിലും എന്തും ഹറാമ കലർന്നു വരികയാണെങ്കിൽ പിന്നെ അത് തെറ്റാകും. ആ കർമ്മം ഹറാമുകൾ തെറ്റായി വരും, അത് പാടില്ലാത്തതാകും, അത് നിരോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു വിഷയം കുത്താറാത്തീബിലും ചിലപ്പോണ്ടാകും, നേരത്തെ പറഞ്ഞ മാതിരി സിയാറത്തിലും ചിലപ്പോണ്ടാകും, മറ്റ് റൂസിലുണ്ടാകും, മുജാഹിദ് സമ്മേളനത്തിലുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമിന്റെ സംഗമത്തിലുണ്ടാകും. അത് എവിടെ വന്നാലും തെറ്റാണ്. അത് കുത്താറാത്തീബിൽ മാത്രം അല്ല. കുത്താറാത്തീബ് എന്ന നിലക്ക് അത് ഒറ്റയടിക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മുജാഹിദ് നേതാവ് ഉമർ മൗലവിയും ഈ വിഷയത്തിൽ ബിറിയയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഫത്വ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് സൽസബീലിൽ കാണാവുന്നതും ആണ്. അതുകൊണ്ടാണ് പഴയ കാലം മുതലേ നമ്മുടെ നാടുകളിലൊക്കെ മഹത്തുക്കളെ വിളിച്ചുകൊണ്ടുള്ള കുത്താറാത്തീബ് എന്ന പരിപാടി നടത്തുന്നതും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഹറാമുകൾ വന്നു ചേർന്ന് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ, അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരലും മറ്റ് ഹറാമുകളും ഔറത്ത് വെളിവാക്കലും തുടങ്ങിയ തെറ്റുകൾ വരികയാണെങ്കിൽ അത് ഹറാമായി തീരും. ആ തെറ്റുകൾ മാറ്റി സുഹൃതങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് എന്ന് മാത്രം അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഈ ചോദ്യങ്ങളില്ലല്ലോ? ഉണ്ടോ? പേരുസ്ഥാന പ്രസംഗത്തിൽ കേട്ടു വെല്ലുവിളിക്കാൻ പറ്റിയ ഒരേ മുഅ്ജിസത്ത് ഖുർആൻ മാത്രമാണെന്ന്. അപ്പോ സാധാരണക്കാരായ ആളുകളെ വെല്ലുവിളിക്കാൻ പറ്റുമോ മറ്റേ മഹാത്മാക്കളുടെ കറാമത്ത് വെച്ചുകൊണ്ട്? അപ്പൊ അതേപോലെ ആകുന്നില്ലേ ഇത് കുത്തിറാത്തീബ്? അതായത് പേരുടുസ്താദിന്റെ പമ്മളുസ്താദിന്റെ ഒക്കെ വെല്ലുവിളിക്കാൻ പറ്റിയ ഒരേ ഒരു മാത്രമാണ് തുടർന്ന് എന്താ പറയണത് എന്നതുപോലെ ഈ കുത്താറാത്തീബ് എന്ന് പറയുന്നത് ചെയ്യുന്ന ആള് വലിയല്ലല്ലോ. അപ്പൊ അവര് ഇത് വെല്ലുവിളിച്ച് കറാമത്ത് തെളിയിക്കുന്നു, മഹൽമാക്കളുടെ കറാമത്ത് തെളിയിക്കുന്നു എന്ന് പറഞ്ഞ് അവര് തെളിയിക്കുമ്പോ അത് നമ്മളെ വിഷയം മരണപ്പെട്ട ആളുകൾക്ക് മൊഴിജിതത്ത് കറാമത്ത് ഉണ്ടാവും, വലിയകൾക്ക് കറാമത്ത് ഉണ്ടാവില്ല എന്നല്ല. അതിനാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഇത് നമുക്ക് രേഖയാക്കാൻ പറ്റുള്ളൂ.
അവിടെ ചർച്ച ചെയ്യുന്നത് അതല്ല, മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത് അതിങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന മുഅ്ജിസത്തുണ്ടോ, അല്ലാതെ വഫാത്തിന് ശേഷം മുഅ്ജിസത്ത് ഉണ്ടാവുമോ മുറിയോ എന്നുള്ള ചർച്ചല്ല. അത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുകൾ ഉണ്ടാവും, മൗലിയാക്കൾക്ക് കറാമത്തുണ്ടാവും, അതിനെപ്പറ്റി ചർച്ചയില്ല. അത് രണ്ടും രണ്ടാണ്. അത് കൂട്ടിക്കുഴക്കുകയാണ് കഥയില്ലാത്തവരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവരും. അതാണ് അത് വിഷയം. അതല്ലാതെ കറാമത്ത് മുഅ്ജിസത്ത് മുറിയോ മുറിയില്ലേ എന്നല്ല പൊന്മുള ഉസ്താദും പേരോട് ഉസ്താദും എന്നും പറഞ്ഞത്. അത് മുറിയിലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്നവരാ അവരൊക്കെ. അവർ പറഞ്ഞത് ആ റസൂലുള്ളാന്റെ മുഅ്ജിസത്തായി ഉള്ളത് അത് മുറിയാതെങ്ങനെ നിലനിൽക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്. അത് ഉറപ്പന്നല്ലേ. അന്നുണ്ടായ ആ മുഅ്ജിസത്തായി ഇങ്ങനെ നിലനിൽക്കുന്നത് അത് ഖുർആൻ തന്നെയല്ലേ. നമുക്ക് എല്ലാവർക്കും അവരുടെ കേസ് തന്നെയല്ലേ അപ്പോൾ അത്. അതാണ് ആ വിഷയം. ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മഹാത്മാക്കളുടെ കറാമത്ത് മുറിയുമോ മുറിയില്ല. അതിന് വേണമെങ്കിൽ ഇത് ഉദാഹരണമാക്കാം, അതിലൊന്നും ആർക്കും തർക്കമില്ല. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതായത് ഈ കറാമത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സാധാരണക്കാര് എന്താണ് ഈ കുത്താറാത്തീപ് നടത്തുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം വെല്ലുവിളിച്ചിട്ട് അത് മഹാത്മാക്കളുടെ കറാമത്താണ് നമ്മൾ ഇതാക്കാൻ പറ്റുമോ? അത് മഹാത്മാക്കൾ ഉദ്ദേശിക്കുമ്പോഴാണല്ലോ അല്ലാഹു തആല അതിലൂടെ കറാമത്ത് വെളിവാക്കി കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എനിക്കൊരു ഉദാഹരണം പറഞ്ഞാല്, മഹാത്മാക്കൾക്ക് കൈവിട്ട എന്റെ മൊബൈൽ കേടാവട്ടെ അല്ലെ എന്ന് ഒരു ഉദാഹരണം പറയാണ്. എന്നതുപോലെ ആകില്ല ഇതിപ്പോ ഏതെങ്കിലും ഒരാള് എന്താണ് കുത്താറാത്തീപ് നടത്തുമ്പോ മഹാത്മാക്കൾക്ക് കഴിവുണ്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഇതേപോലെ മറ്റുള്ളതും ചെയ്തുകൂടെ എന്ന ഒരു ചോദ്യം. അത് അങ്ങനെ പറയരുത്. കാരണം ചില കറാമത്തുകൾ എന്താണെന്നറിയോ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ഇമാമികളും പറയുന്നത് കാണാൻ കഴിയും. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അതുപോലെ വേറെയും കുറെ മഹൽമാക്കളുടെ മഖ്ബറ, ആ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്താൽ അത് പിന്നെ തിറിയാഖുൻ മുജറബാണ് എന്ന് പറഞ്ഞാൽ അവിടെ സിയാറത്ത് ചെയ്ത് നമ്മുടെ ഉദ്ദേശം നിറവേറും എന്നുള്ളത് ഉറപ്പാണ്. അത് പണ്ട് കാലം മുതലേ നടന്നു വരുന്ന കാര്യമാണ്. അത് മഹാനവറുകൾക്ക് സിയാറത്ത് ചെയ്താൽ, അവരെ സിയാറത്ത് ചെയ്താൽ കിട്ടുന്ന നമുക്കുള്ളൊരു നേട്ടമാണ്. അത് അവിടെ നടത്തുമ്പോൾ ആ സിയാറത്തിലുള്ളൊരു പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ കറാമത്തും അങ്ങനെ ആവണം എന്ന് പറയാൻ പറ്റൂലല്ലോ. അവിടെ അങ്ങനെ സിയാർത്ത് ചെയ്ത് അങ്ങനെ ഉണ്ട്. ഏതുപോലെ കുത്താറാത്തീബ് അതിനെ നിബന്ധനയോടെ നടത്തുമ്പോൾ ആ മുറിവാറ്റ കഷ്ണമാക്കിയ ഭാഗം കൂട്ടാൻ കഴിയുന്നു. ഇത് വസ്തുതയാണ്. ഇതുകൊണ്ട് എല്ലാം എന്താ മൊയ്തീശകന് കഴിവുണ്ട് ഇതിന്റെ ടൗക്കറാണ് കൊണ്ടോട്ടെ അങ്ങനെ പറയാൻ പറ്റൂല. അതാണ് നമ്മൾ പറഞ്ഞത്. അതൊരു ചില പ്രത്യേക ആളുകളുടെ പ്രത്യേക അവസ്ഥയിൽ അവർക്ക് ദായിമായിട്ട്, ചില ആളുകൾക്ക് ദായിമായിട്ടുണ്ടാകും, ചിലവർക്ക് നിശ്ചിതമായ വിശേഷണങ്ങളോടെ ഉണ്ടാകും, ചില പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടാകും. അങ്ങനെയുള്ള അത്ഭുതങ്ങളാണ്, അത് കറാമത്തുകളാണ്. അതും ഇതുകൂടി നമ്മൾ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. അതാണ് പറഞ്ഞത്. നിർത്താറായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും വാപ്പയും കാഫിറാണോ അല്ല എന്ന വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടെന്നാണ്. കാഫിർ അല്ല എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഇമാം റാജി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ തറപ്രസംഗത്തെ കുറിച്ച് പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ഷംസുൽ ഉലമയുടെ പുസ്തകം ഉണ്ടല്ലോ ഇവിടെ അടുത്ത്, ഷംസുൽ ഉലമ മർഹൂം ഇ.കെ. ഉസ്താദ് അവറുകളുടെ പുസ്തകം, ഷംസുൽ ഉലമ സ്മരണിക എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. ആ പുസ്തകത്തിൽ ഒന്നല്ല ഒരുപാട് സ്ഥലത്ത് ഷംസുൽ ഉലമ അത് പറഞ്ഞിട്ടുണ്ട്. അത് പാടില്ലാത്തതാണ്, അത് തെറ്റാണ്, അത് ചെയ്യരുത് എന്നൊക്കെ. അതിൻ്റെ അപ്പുറത്ത് ഷംസുൽ ഉലമ തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ തന്നെ രേഖപ്പെടുത്തി വെച്ച് തന്റെ ഷംസുൽ ഉലമ സ്മരണിക ദാരിബീസ് അസോസിയേഷൻ പുറത്തിറക്കിയതാണ്. ഒരുപാട് പേജ്, 1, 2, 3 അല്ലല്ലോ. അതെല്ലാം കൂടി പറയാൻ സമയമില്ല. ആദ്യം ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. 11 മണിയായിപ്പോ. അത് തറപ്രസംഗമല്ല. അത് ആ ഹദീസിന്റെ റാവി മുങ്കത്തി ആയതാണ് എന്ന്, റാവി ലഈഫായതാണ് എന്ന് അതേ മുസ്തദറക്കിൽ തന്നെ കാണാവുന്നതാണ്. ഹാഫിളുൽ ദഹബി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആളെന്ന് സമ്മതിച്ചാൽ, അല്ലെന്ന് സമ്മതിച്ചാൽ തന്നെ അത് മഅശറ വിളിക്കുന്നതിനെ തെളിവാവുകയുള്ളൂ. അസ്സലാമു അലൈക്കും. ഞാൻ സുന്നിയാണ്. 4 സംശയങ്ങളുണ്ട്. ഓക്കെ, 4 വേഗം ചോദിച്ചാൽ വേഗം മറുപടി. തറപ്രസംഗത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ചോദിക്കേണ്ടില്ല. അപ്പൊ ഫക്കീറിനും മിസ്കീനും ആ സ്ത്രീകൾ അതിൽ ഉൾപ്പെടണ്ടേ? ഞാൻ കേട്ടില്ല. ഫക്കീറും മുസ്കിനും അതിൽ സ്ത്രീകൾ ഉൾപ്പെടണ്ടേ? അതെ ശരി. സ്ത്രീകൾ പള്ളിയിലാണെങ്കിൽ ഉൾപ്പെടാൻ പറ്റുള്ളൂ. അതാണ്, അതൊരു ചോദ്യമാണ്. മറുപടി, അതിൽ ഫക്കീറും മിസ്കീനും എന്ന് പറഞ്ഞതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല എന്നാണ് ഇപ്പൊ ഞാൻ മറുപടി പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ആ കൂലി കിട്ടണ്ട. ഏതുപോലെ ഒരു കുഞ്ഞിനെ
പ്രസവിച്ച് കിട്ടുന്ന കൂലി അത് സ്ത്രീക്കേ കിട്ടുള്ളൂ, പുരുഷന് കിട്ടൂല. എന്താ കാട്ടുക? അത് എനിക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടൂല, അത് സ്ത്രീക്കേ കിട്ടുള്ളൂ, അത് ഭാര്യക്കുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ചത്. ജുമാന്റെ കൂലി അത് സ്ത്രീക്കുമാണ്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു, ആ കൂലി അടക്കം ജുമാക്ക് വരാതെ തന്നെ അവർക്ക് കിട്ടും. എവിടുന്ന്? വീടുകളിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചാൽ തന്നെ കിട്ടുമെന്ന ബൈഹഖി ഇമാം ഉദ്ധരിച്ച ഹദീസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. യഅദിലുൽ അജ്റ കുല്ലഹു, വന്നിട്ടുള്ള കൂലി അതില്ലാണ് ഞാൻ ഈ പറഞ്ഞത്. യാത്രക്കാരെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ആദ്യം ഇവിടെ പന്നിയങ്കര പള്ളിയിൽ മാത്രമുള്ളായിരുന്നു, ഇപ്പൊ എല്ലാ പള്ളിയിലും കാണുന്നുണ്ട്. അപ്പൊ ഈ ആശയത്തിന് ഇപ്പൊ ചേഞ്ച് വരാൻ കാരണം? അതൊരു ചോദ്യം തന്നെയാണ്. ആശയത്തിന് എന്താ വലുപ്പ് പഴയ മാതിരിയല്ല. പഴയ കാലത്തൊക്കെ സ്ത്രീകൾ രംഗത്ത് ഇറങ്ങലും പുറത്തിറങ്ങലും വളരെ അപൂർവമാണ്. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ കേസ്, അടിയന്തരായി രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ അങ്ങനെ അടിയന്തര ഗുരുമാല് ഹജ്ജിന് പോവുക, ഉംറക്ക്, അതൊക്കെ പഴയ കാലത്തെ വെച്ച് വളരെ കൂടി മതി. അത് പറ്റിനോടത്ത് അങ്ങനെ തന്നെ പറ്റുള്ളൂ, അല്ലാത്തോടെ ഉണ്ടാവുമല്ലോ. ജമ്മു കസൂർ എന്ന് പറഞ്ഞാൽ 5 വത്തോടെ പോകാൻ പറ്റൂലല്ലോ, 2 വത്തല്ലേ ജമ്മാക്കാൻ പറ്റുള്ളൂ. അപ്പോ അതുകൊണ്ട് അങ്ങനെ യാത്ര വളരെ കൂടിയതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കല്ല, അതിനെ കുടുങ്ങിയ നേരത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ശുദ്ധഗതികളായ സഹോദരിമാര് നിസ്കരിക്കാൻ വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ വീടുകളിൽ വെച്ച് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ കണ്ടതിന് ശേഷമേ പോകാവൂ. അതിനൊന്നും ഒരു സംശയമില്ല. അങ്ങനെ തന്നെ പോകണം തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അതിനൊന്നും പറ്റാത്ത ചില സാഹചര്യം ഉണ്ടാകും. നമ്മളെ പ്ലെയിന് പോയി, നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലെയിനെ കിട്ടൂല. നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ കോളേജ് ഡോക്ടറാളെ വീട്ടിൽ പോയിട്ടുണ്ടാവും, രോഗി ഇവിടെ കടന്ന് ഇറങ്ങാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാകും. പഴയതിലേറെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ വെച്ചിട്ടുള്ളവർ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. എവിടൊക്കെ വെച്ചതെന്ന് എനിക്കറിയില്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷെ വെക്കുന്ന കാരണം അതാണ്. അത് വെച്ചിട്ടില്ലെങ്കിൽ വേറെ കുറെ കുടുംബമുണ്ട്, പുരുഷന്മാർ ഉദ്കരിക്കും പോലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അന്തം വളരെ മുമ്പിൽ ഇങ്ങനെ കൂലിക്ക് എവിടെ നിൽക്കണമെന്നുള്ളല്ലോ. അപ്പോൾ അങ്ങനെ അന്തം വിട്ട് അത് അതിലേറെ കൂടുതൽ ബുദ്ധിമുട്ടാണ് ചിത്ര വരിക. അപ്പോൾ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിർത്താം. ഇത് നമ്മൾ പള്ളിക്കായിട്ട് കൊണ്ടുവരികയല്ല. ഇതും മുജാഹിദിന്റെ പള്ളിയിൽ വരുന്നത് ഒരുപോലെ കൂട്ടിക്കുഴക്കരുത്. ഇത് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വരികയല്ല. അങ്ങനെ വരികയാണെങ്കിൽ കടുത്ത തെറ്റാണ്, പാടില്ല. അതേ അവസരത്തിൽ വന്ന് പോകുന്നപ്പോ കുടുങ്ങിയിട്ട് കയറുകയാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഭാര്യ തൊട്ടാ ഒന്നും മുറിയില്ലെങ്കിൽ പിന്നെ അവളെ കെട്ടാൻ പറ്റൂലല്ലോ. പിന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ അല്ലാതെ കൊണ്ട് കാര്യമില്ല. തൊട്ടാൽ ഇത് മുറിയുന്നവളെ കെട്ടാൻ പറ്റുള്ളൂ, അല്ലേ പറ്റൂല. അതെ അതെ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്യുന്ന അതിന്റെ ഭാഗമൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണ്ട. അതെ, തവാബ് ചെയ്യുമ്പോ സ്ത്രീകളെ ടച്ച് ചെയ്തെങ്കിലേ തവാബ് ശരിയാവുന്നു, അങ്ങനെ നിയമമില്ല. നമ്മളൊക്കെ തിരക്കില്ലാത്ത നേരത്തെ സ്ത്രീകളെ തൊടാൻ തന്നെ തവാഫ് ചെയ്യും. ഞാനൊക്കെ എത്രയോ തവാഫ് എങ്ങനെ സ്ത്രീകളെ തൊടാതെ തവാഫ് ചെയ്യാൻ കഴിയും. തിരക്ക് കൂടുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് നിർബന്ധമായും അറിയാതെയും അറിഞ്ഞിട്ടൊക്കെ തൊടാൻ കാരണം ബാക്കിൽ നിന്ന് തള്ളുകൾ വരികയാണ്. നമ്മൾ വേണ്ടാന്ന് ഇതിന് കാര്യമില്ല, തൊടും. ഈ ഒരു സാഹചര്യത്തിൽ നോക്കുങ്ങൾ ഇസ്ലാം അള്ളാഹു ചെയ്ത എളുപ്പം എത്രയാണ്. 4 മദ്ഹബ് ഇസ്ലാമിൽ അഭിപ്രായപ്പെട്ടത് അതിനല്ലേ. അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായമാണ് സ്വീകരിച്ചാൽ നമ്മൾ കഴിച്ചിലാവും. ആ വിഷയത്തിൽ കുടുങ്ങണ നേരത്തെ എടുക്കാനുള്ളതാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു, ഉളു എടുക്കുന്നു. ആ ഉളു പിന്നെ അവരുടെ മദ്ഹബ് അനുസരിച്ച് സ്ത്രീ തൊട്ട ഉളു മുറിയില്ല, കഴിച്ചിലായി. പക്ഷെ അത് മുറിയാതിരിക്കുന്നതിൽ മാത്രം ഹനഫി മദ്ഹബ് സ്വീകരിച്ചാൽ പോരാ, ഉളു എടുക്കുന്നതിലും ഹനഫി മദ്ഹബ് സ്വീകരിക്കണം. അതിൽ നമ്മളെ ഷാഫി മദ്ഹബിലെ വ്യത്യസ്തമായി ചില സംഗതികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാം, തല തടവുന്നതിൽ അത് നമ്മളിത് കുറഞ്ഞ് പറഞ്ഞാലും തല തടവൽ സഹിയാകും. ഹനഫി മദ്ഹബിൽ അത് പോലാ, റുബുറേസ് മിനിമം തടയണം. അതുകൊണ്ട് നമ്മൾ ഉസ്താദുമാർക്ക് പറഞ്ഞ തല മുഴുവനും തടവാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും ഖിലാഫുകളും ഒക്കെ ഇല്ലാതെയാവാൻ നല്ലതാണ്. നമ്മളെ മദ്ഹബിലും അത് സുന്നത്ത് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെ ഉളു എടുക്കുന്നിടത്തും ചില നിബന്ധനകളുണ്ട്. അത് മേളിച്ചാൽ ഹനഫി മദ്ഹബിന്റെ ഉളുവായി. ആ ഉളുവിനെ പിന്നെ സ്ത്രീക്ക് പൊളിക്കാൻ കഴിയില്ല. അത് ആദർശപരമായിട്ടുള്ള ചോദ്യമല്ല. അതായത് ഇപ്പൊ നമ്മള് നോമ്പിന് ഇപ്പോ നിയത്ത് വെക്കുന്ന സമയത്ത് തറവായി സ്കെച്ച് പാട് നിയത്ത് വെക്കാണ്. അപ്പൊ ഇന്നത്തെ നോമ്പ് നാളെ വെക്കുക അല്ല, നാളത്തെ നോമ്പ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായില്ലെങ്കിൽ അതാണ് പറഞ്ഞത്. 12 മണിക്ക് ശേഷമാണ് വെക്കുന്നതെങ്കിൽ അത് ഇന്നത്തെ നോമ്പ് വെക്കേണ്ടി വരുമോ? അതും ചോദ്യം നല്ല ചോദ്യമാണ്. മറുപടി പറയാം. ഇതേ ചോദ്യത്തിന്റെ മറുപടി ഇമാം ഖതീബ് ഷിർബീനി തങ്ങൾ തന്നെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇമാമികൾ പറഞ്ഞതാണ്. മുജാഹിദ് തലവനുണ്ടാകുന്ന കാര്യമാണ്. അതെ, ഞാൻ നിങ്ങൾ സുന്നി ആയതുകൊണ്ട് അത്ര കട്ടിയിൽ ഞാൻ പറഞ്ഞത്. മുജാഹിദുകൾക്കൊന്നും അറിയില്ല, അതാ ഞാൻ പറഞ്ഞത്. അവർ ഇമാമികളെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സുബഹി വരേക്കും നീ നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? നാളത്തെ നോമ്പ് എന്നെ പറയേണ്ടത്. നോമ്പിന്റെ വിഷയത്തിൽ നോമ്പിന് നിയ്യത്ത് വെക്കുന്ന വിഷയത്തിൽ
ആ രാത്രിയെ പകലിലേക്ക് ചേർത്തിയിട്ടല്ല പറയുന്നത്. രാത്രിയെ നമ്മൾ പകലിലേക്ക് നമ്മളല്ല ഇവർ ശർഅ് ചേർക്കുന്നില്ല. സുബഹി ബാങ്ക് കൊടുക്കുന്ന വരേക്കും നിങ്ങൾ നിയ്യത്ത് വെക്കുക. അത്താഴം കഴിച്ചിരിക്കുക, നിയ്യത്ത് വെക്കാൻ 5 മിനിറ്റ് ഉള്ളൂ. അപ്പൊ നമ്മൾ 5 മിനിറ്റ് ആണ്, 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എന്നിട്ട് നിയ്യത്ത് വെക്കുക എന്നിങ്ങനെ കരുതിയോ വാശിക്കിരിക്കുക. എന്നാലും ശരി, നാളത്തെ നോമ്പ് വെക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഖത്തീബ്. അത് നോമ്പിന്റെ വിഷയത്തിൽ ഈ രാത്രിയെ ഈ പകലിലേക്ക് ചേർക്കൂല. അല്ലാത്ത സ്ഥിതിയാണെങ്കിൽ ഇപ്പൊ ഇന്ന് മഗ്‌രിബിയോട് കൂടെ നാളെ ഉറൂബ് വരെ ഒരു ദിവസം, രാവും പകലും കൂടി, അങ്ങനെയാണ് ശർഅ് കൂട്ടുക. നോമ്പിന്റെ വിഷയത്തിൽ ഇതിന് പ്രത്യേകമായ ഇളവുണ്ട്. പിന്നെ കഴിഞ്ഞു. ബാറക്കല്ലാഹു ഫീക്. പെട്ടെന്ന് നിർത്തി ആളുകൾ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് ദ്വാരന്ന് പിരിയണം. വലൈക്കും അസ്സലാം. ഞാൻ സുന്നത്ത് ജമാഅത്തിനെ പിൻപറ്റിയിരിക്കുന്ന ബാറക്കല്ലാഹു ഫീക്. എന്റെ ചോദ്യം ഇതാണ്, നേർച്ച സംബന്ധമായ ചോദ്യമാണ്. നേർച്ച എന്ന് പറയുന്നത് മഹാന്മാർ മരണപ്പെട്ട ദിവസമോ അതോ ജനിച്ച ദിവസമാണ് ആഘോഷിക്കുന്നത്? അല്ല, ആഘോഷിക്കുന്നല്ല, നടത്തപ്പെടുന്നത്. നേർച്ച എന്ന് പറയുന്നത് മഹാന്മാരുടെ മരണ ദിവസത്തെയാണല്ലോ ആചരിക്കുന്നത്. അതെ. അപ്പൊ ഇത്തരം ദിവസങ്ങളില് വരവ് പോലെയുള്ള സമ്പ്രദായം കൊണ്ടുവന്നുകൊണ്ട് മഹാന്മാരുടെ മക്ബറകളുടെ അടുത്ത് വന്നുകൊണ്ട് തീക്കുണ്ടുകളിയും അതുപോലെ കോൽക്കളിയും അത്തരത്തിലുള്ള കളികളെല്ലാം ഇവിടെ അനുവദനീയമാണോ? മാത്രമല്ല ഇസ്ലാമിന്റെ ശാഖകളിൽപ്പെട്ടതാണല്ലോ നമ്മളെ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്നത്. തൊട്ടു മുമ്പ് പറഞ്ഞു നമ്മളെ ആക്സിഡന്റ് കേസും മറ്റു കേസുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരം വരവ് സമ്പ്രദായം കൊണ്ട് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തെ അംഗീകരിക്കുന്നുണ്ടോ? നല്ല ചോദ്യമാണത്. നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ പെട്ടതാണ് പകുതി ഭാഗവും. നേർച്ച ഉറൂസുകൾക്ക് അരികിൽ ഹറാമായ പല പരിപാടികളും നടക്കുന്നു എന്നതാണ്. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു, തെറ്റാണ്, പാടില്ലാത്തതാണ്. ആര് നടത്തിയാലും തെറ്റന്നെയാണ് ഹറാമാണെങ്കിൽ. കൊട്ട് എന്ന് പറയുമ്പോഴേക്ക് എല്ലാ കൊട്ടും എല്ലാ മുട്ടും ഹറാമല്ല. ഹറാമായ കൊട്ടുകളുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്, അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് ഏതൊക്കെയെന്ന് ഇപ്പൊ വിശദീകരിക്കാൻ പറ്റിയ സമയമല്ല, വിശദമായി പറയേണ്ടതാണ്. ഈ വിഷയ സംബന്ധിയായി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. എന്നാണ് ആ കിതാബിന്റെ പേരെന്നെ. അതൊന്നും വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. മൊത്തത്തിൽ പറയുന്നു, ഹറാമായ വാദ്യോപകരണങ്ങളുള്ള കൊട്ടും മുട്ടും പുലിയൊന്നും പാടില്ല, അത് തെറ്റാണ്. ദഫ് പോലത്തെ ഹറാം ഇല്ലാത്ത കൊട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് അതിന്റെ മറുപടി. പിന്നെ വരവ് പോലത്തത് ഉണ്ടെങ്കിൽ, വരവ് എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളെ ജാറത്തിലെ കൂട്ടമായി സിയാറത്തിന് വരികയാണ്, അത് തെറ്റല്ല. അതേ അവസരത്തിൽ വാഹനങ്ങളും പിന്നെ നമ്മൾ ഗതാഗതവും മുടക്കാൻ നമ്മളെ നമ്മളെ ഈ വരവ് പറ്റുകയും ഇല്ല. അപ്പൊ അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മളെ വരവോ പെറ്റി വരവ് എന്താ പറയലെങ്കിൽ അത് വരുന്നതിന് കുഴപ്പമില്ല. നബിദിന റാലി പോലെ തന്നെ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് 1 മിനിറ്റ് ഓല് നിൽക്കേണ്ടി വരും, 2 മിനിറ്റ് നമ്മൾ നിൽക്കേണ്ടി വരും, 2 മിനിറ്റ് നമ്മൾ നിൽക്കേണ്ടി വരും, 1 മിനിറ്റ് ഓല് നിൽക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമാണ്. ഏതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും നമ്മൾ ഇതേമാതിരി വണ്ടി നിൽക്കുന്നില്ലേ? നഞ്ഞു മുതൽ മയ്യത്ത് കൊണ്ടുപോകാൻ പാടില്ല. റോഡിലൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? പാടത്ത് കൂടെ കൊണ്ടുപോകണം. മയ്യത്ത് റോഡ് കൂടെ കൊണ്ടുപോകരുത്. കാരണം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആൾ കുറയേണ്ടത്, ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്, പറയാൻ പറ്റൂലല്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാധിക്കും. അപ്പൊ നമ്മൾ സഹകരിക്കണം, കുറച്ചല്ല, അവർ കുറച്ച് സഹകരിക്കണം, നമ്മൾ നല്ലോണം സഹകരിക്കണം. അങ്ങനെ ഗതാഗതത്തിന് തടസ്സമില്ലാത്ത വിധത്തിൽ അത് ചെയ്യുന്നതിന് കുഴപ്പവും ഇല്ല. ഇതാണ് അതിന്റെ മസല. കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. എന്നാ നമ്മൾ ദ്വാരന്ന് നിർത്തുക. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം, നമുക്ക് വേഗം പെട്ടെന്ന് ദ്വാരക്കണം. മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ ഐതിഹാസികമായ വാർഷിക സമ്മേളനം എല്ലാവരുടെയും ഓർമ്മയുണ്ട്. ഡിസംബർ മാസമാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഹ്ലുസുന്നയുടെ അജയ്യമായ ഉസ്സത്തായ മഹാസ്ഥാപനമാണ്, പറയേണ്ടതില്ല. അതിന്റെ ഐതിഹാസികമായ സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവണം. നമ്മളെല്ലാവരും കൂട്ടുചേരണം. അള്ളാഹു അത് വമ്പിച്ച വിജയമാക്കട്ടെ. അതിന്റെ നേതാക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. റാസിന്റെ ഇബാറത്ത് ശരിക്ക് തിരിയാത്തതുകൊണ്ടാണ്. അതിന്റെ അപ്പുറം വായിച്ചാൽ ആ വിഷയം തീരുമാനമാവും. അതറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് മാത്രം അതേക്കുറിച്ച് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന നൽകണം. നമ്മളെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മൾ വിഷമത്തിലാക്കരുത്. അള്ളാഹു കബൂലാക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും സംഭാവന നൽകണം. വലിയ ചെലവ് വരുന്ന പരിപാടിയാണ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മർക്കസ് സമ്മേളന പ്രചരണ പ്രഭാഷണം നവംബർ 17 തിങ്കളാഴ്ച അരീക്കാട് ഉള്ളിശ്ശേരിക്കുന്ന് LCD ക്ലിപ്പിംഗ് സഹായത്തോടുകൂടി സിദ്ദീഖ് സഖാഫി അരിയൂർ പ്രഭാഷണം നടത്തുന്നു. കിണാശ്ശേരിയിൽ പത്തപ്പിരിയം അബ്ദുൾ റഷീദ് സഖാഫിയുടെ മർക്കസ് സമ്മേളന പ്രചരണവും കാന്തപുരം ഉസ്താദിന്റെ കർണാടക യാത്രാ വിവരണവും 19-ാം തീയതി കിണാശ്ശേരിയിൽ നടക്കുന്നു. ബുധനാഴ്ച എല്ലാവരെയും ക്ഷണിക്കുന്നു. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم